ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരമ്മയ്ക്ക് മക്കളെന്ന് പറഞ്ഞ വേറൊരാളല്ല, സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയെടുത്തതാ. നോവും വല്ലാണ്ട് നോവും. என்னாச்சம்மா? என்னம்மா கண்ணெல்லாம் கலங்கிருக்கு? என்னம்மா உங்களுக்கு என்னாச்சு? നാളെയല്ലേ ശരവണ കോടതിയിൽ മൊഴി കൊടുക്കാൻ പോകേണ്ടത്. അവനെ കാണണ്ടേ, അവന്റെ മുൻപിൽ ചെന്ന് നിൽക്കണ്ടേ? ഏതമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുക? കൺമുമ്പിലില്ലെങ്കിലും ഏത് തരക്കാരനായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതാൻ പറ്റും. ഇനിയിപ്പോ കോടതിയുടെ ഇടുങ്ങിയ മുറിയില് എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് നിൽക്കില്ലേ? എല്ലാവരും കരുതും അവൻ കുറ്റവാളിയല്ലേ, കൊലപാതകയല്ലേ. അങ്ങനെയൊക്കെ ആയപ്പോ അമ്മയുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ നെഞ്ചിൽ കൊണ്ട് നടന്നവർക്കറിയാം അങ്ങനൊന്നും പറ്റില്ല. അവൻ എന്റെ കൺമുമ്പിൽ കിടന്ന് അലറി വിളിക്കുമ്പോ അവൻ കുഞ്ഞുനാള് കിടന്ന് കരഞ്ഞ് കരച്ചില്ല എന്റെ മനസ്സിൽ. അവൻ എന്റെ നേരെ കത്തിയെടുത്ത് നിൽക്കുമ്പോ പോലും കുഞ്ഞുനാളിലൊരു പേനയോ പെൻസിലോ എടുത്ത് എന്റെ അടുത്ത് കളിക്കാൻ വരുന്ന ഒരു ചിത്രമാണ്. അമ്മമാരുടെ മനസ്സിൽ നിന്ന് അതെങ്ങനെ മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. அம்மா நான் சொல்றது தப்பான்னு நினைக்க கூடாது. அம்மா அம்மா ஜீவ சார் வெளியில் வந்தா ஹரி சாருக்கும் நித்யாമ്മக்கும் தானே ப்ராப்ளம். அம்மா கல்யாண நாள்ல நாங்க எல்லாம் எவ்வளவு டென்ஷன் ஆயாச்சு. வேண்டாம்மா, நித்யாമ്മக்கு முன்னாடி இனி அவரு வரக்கூடாது. அம்மா இனி நித்யாമ്മக்கு அறிஞ்சா உங்களுக்கு அது பொறுக்க முடியுமாமா? இனி அவரோட லைஃப்ல ஏதாவது டென்ஷன் வந்தா உங்களால அது தாங்க முடியுமா அம்மா? சொல்லம்மா. ഇല്ല ശരവണ, ഒരു ശാപമോക്ഷത്തിൽ നിന്നും എന്റെ മോളെ ഞാൻ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ മോള് ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവൾക്ക് മുൻപിലേക്ക് ജീവൻ ഇനി ഒരിക്കലും വരരുത്. അവനെതിരെ മൊഴി കൊടുക്കുമ്പോ എന്റെ മനസ്സിരുന്ന് കരയും. പക്ഷെ അത് ഒതുക്കി പിടിച്ചേ പറ്റൂ. എന്നിട്ട് നിയമത്തിന് മുൻപിൽ കൈ ചൂണ്ടി പറയണം കുറ്റവാളിയാണെന്ന്, കൊലപാതകയാണെന്ന്. ശിക്ഷിക്കട്ടെ, എന്നെന്നും അഴികൾക്കകത്തിട്ട് പോട്ടട്ടെ. ശരവണ, ഹരിയും നിത്യം വരുമ്പോ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു അവരറിയരുത്. അവര് ചിലപ്പോ കോടതിയിൽ പോകണ്ടെന്നൊക്കെ പറയും. അത് മുടക്കിക്കളയും. ജീവന് എല്ലാം എളുപ്പമാ. ബന്ധങ്ങൾ തകർക്കാനും എല്ലാവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനും കൊല്ലാനും ജയിലിൽ ചെന്ന് കിടക്കാനും ഒക്കെ അവന് എളുപ്പമാ. പക്ഷെ എനിക്കത് എളുപ്പമല്ല ശരവണ. ഒരമ്മയ്ക്ക് അത് എളുപ്പമല്ല. ചിരിച്ചും കളിച്ചും നിൽക്കുമ്പോഴും നെഞ്ചില് അതിങ്ങനെ കുത്തി തറച്ചു നിൽക്കുക. ഒരമ്മയ്ക്ക് മക്കളെന്ന് പറഞ്ഞ വേറൊരാളല്ല, സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയെടുത്തതാ. നോവും വല്ലാണ്ട് നോവും. അമ്മ
എന്നടാ ഉറങ്ങാറായില്ലേ? ഉറക്കം വരുന്നില്ല സാർ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഉറക്കവും വിശപ്പൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളത്. കിടന്നുറങ്ങാൻ നോക്കടാ. നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കാനുള്ളതാ. കോടതി പോകാനുള്ളതാ. നീ ആയിട്ട് ഉറങ്ങണോ അതോ ഞങ്ങളായിട്ട് ഉറക്കിത്തരണോ? വേണ്ട സാർ, ഞാൻ ഉറങ്ങിക്കോളാം. പാടോ. ഈ ശിക്ഷ കഴിഞ്ഞ് നീ ഒന്ന് പുറത്തിറങ്ങ. എന്തിനാ ഞാൻ കാത്തിരിക്കുന്നറിയോ നിനക്ക്? എന്റെ അച്ഛനെ കൊന്നതിന് പകരം ചോദിക്കണം. ഇത്രയും നാള് മറ്റുള്ളവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നത് നീയാ. ഇനി നിന്റെ ദിവസങ്ങൾ എണ്ണുന്നത് ഞാനാ. സദാനന്ദന്റെ മകൾ നിത്യ. ഇന്ന് ഹരിക്ക് അവാർഡ് കിട്ടിയതിന്റെ അനുമോദനത്തിന്റെ ദിവസമായിരുന്നു. ആ വേദിയിൽ വെച്ച് പത്രക്കാരുടെയും മീഡിയാസിന്റെയും മുന്നിൽ വെച്ച് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹരിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് ഹരിയോടൊപ്പമാണെന്ന്. തന്റെ കണ്ണുകൾ ഇപ്പൊ കാണുന്ന ഈ പകയില്ലേ, ഈ അഴികളിൽ ഉയർന്നു വന്ന ഈ കൈയില്ലേ, അത് കൊല്ലാനുള്ള വാശിയാണെന്ന് എനിക്കറിയാടും. എന്നിട്ടും ഞാൻ വന്നു. കാരണം ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നതും അയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നതും അയാളുടെ കൂടെ ഞാൻ അന്തി ഉറങ്ങുന്നതും എനിക്ക് തന്നോട് നേരിട്ട് പറയണമെന്ന് തോന്നി.